അപ്പോൾ റാവൺ ഈ പടത്തിന്റെ ബജറ്റും ബോക്സ് ഓഫീസ് റിട്ടേണും ഒക്കെ ഒന്ന് കീറിമുറിച്ച് പരിശോധിച്ചാൽ ഇതൊരു പരാജയ പടമാണെന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. എന്നാൽ ഇതൊരു മേജർ ബോക്സ് ഓഫീസ് സക്സസും അല്ല. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത്? ഇന്ത്യൻ സിനിമയിൽ അന്നുവരെ ഉണ്ടായിരുന്നതിൽ ഏറ്റവും ചിലവേറിയ സിനിമ, ഇന്ത്യയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് സ്റ്റാർ എന്ന് വിളിക്കാവുന്ന ആക്ടറിന്റെ ഏറ്റവും അംബീഷ്യസ് ആയിട്ടുള്ള ഒരു പ്രൊജക്ട്, ഇത്രയൊക്കെ ആയിരുന്നിട്ടും എന്തുകൊണ്ട് അതൊരു മഹാവിജയമായി മാറിയില്ല? നമുക്കതൊന്ന് നോക്കാം. അപ്പൊ 2010 തമിഴിൽ നിന്നുള്ള മെഗാ സയൻസ് ഫിക്ഷൻ പടമായ എന്തിനു ശേഷമാണ് ഈ ചിത്രം പുറത്തിറങ്ങുന്നത്. അപ്പൊ ബജറ്റിന്റെ കാര്യത്തിലായാലും VFXന്റെ കാര്യത്തിലായാലും ടെക്നിക്കൽ ക്രൂവിന്റെ കാര്യത്തിലായാലും എന്തുകൊണ്ടും തമിഴിനേക്കാൾ മുകളിൽ നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ബോളിവുഡ്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ വിഷ്വലി ഏത് ആസ്പെക്റ്റിൽ നിന്ന് നോക്കിയാലും എന്തിനേക്കാൾ മുകളിൽ നിൽക്കുന്ന ചിത്രമാണ് റാവൺ. പക്ഷേ ഇവിടെ കഥയാണ് പ്രശ്നം. എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഈ പടത്തിന്റെ കഥ ഇപ്രകാരമാണ്. ഒരു വീഡിയോ ഗെയിമിന് വേണ്ടി പ്രോഗ്രാമിംഗ് ചെയ്തെടുക്കുന്ന രണ്ട് കഥാപാത്രങ്ങൾ, വില്ലനായ റാവണും നായകനായ ജീവണ്ണും. അപ്പൊ ആ വീഡിയോ ഗെയിമിന് വേണ്ടി കുറച്ച് ഫീച്ചേഴ്സ് ഈ പറഞ്ഞ കഥാപാത്രങ്ങൾക്ക് കൊടുക്കുന്നു. എവിടെ കൊടുക്കുന്നു? തീർച്ചയായും വീഡിയോ ഗെയിമിനകത്ത് കൊടുക്കുന്നു. എന്ന് വെച്ചാൽ റിയൽ വേൾഡ് അല്ലാത്ത കമ്പ്യൂട്ടർ ലാംഗ്വേജ് ഉപയോഗിച്ചുണ്ടാക്കുന്ന വേൾഡിൽ. അങ്ങനെ കൊടുക്കും ഈ ഗെയിം ലോഞ്ച് ചെയ്യുന്നു. ആൻഡ് ഇതിൽ ഇൻട്രസ്റ്റ് തോന്നിയ നായകന്റെ മകൻ സ്വന്തം നിലക്ക് ഒരു യൂസർ നെയിം ഉണ്ടാക്കി ഈ ഗെയിം കളിക്കാൻ തുടങ്ങുന്നു. എന്നാൽ കളി മുഴുമിപ്പിക്കുന്നതിന് മുൻപ് നായകന്റെ കൂട്ടുകാരൻ ഈ കുട്ടിയെ ഇന്ററപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഗെയിമിൽ നിന്ന് പ്രോപ്പറായി ലോഗ് ഔട്ട് ചെയ്യാതെ ഇവർ അവിടുന്ന് പോകുന്നു. ആൻഡ് ഈ ഒരു അവസരത്തിൽ തന്റെ ഓപ്പണന്റിനെ, അതായത് നായകന്റെ മകനെ എങ്ങനെയെങ്കിലും കീഴ്പ്പെടുത്തണമെന്ന ഉദ്ദേശവുമായി വില്ലനായ റാവൺ ഗെയിം വിട്ട് പുറത്തേക്ക് വരുന്നു, അതായത് റിയൽ വേൾഡിലേക്ക്. അപ്പൊ ഇതിനൊക്കെ ജസ്റ്റിഫിക്കേഷനെ കാണിക്കുന്ന ഒരു രംഗം എന്ന് പറയുന്നത്, ഇവർ ഈ ഗെയിം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നായകന്റെ കൂട്ടുകാരൻ ചില മാൽ ഫംഗ്ഷൻസ് നോട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അത് അവർ ഇഗ്നോർ ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ്. ഇതാണ് സിനിമയുടെ മെയിൻ പ്ലോട്ട്. ഈ പുറത്തിറങ്ങിയ വീഡിയോ ഗെയിമിലെ വില്ലൻ ഈ കുട്ടിയെ കിട്ടാൻ വേണ്ടി ഓരോരുത്തരായി കൊല്ലുന്നു. ആൻഡ് ഇതിനൊരു പ്രതിവിധിയായി വീഡിയോ ഗെയിമിലെ നായകനെ ഇവർ റിയൽ ലൈഫിലേക്ക് കൊണ്ടുവരുന്നു. ശേഷം ഒരു ടെർമിനേറ്റർ സ്റ്റൈൽ മെഷീനുകൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ. അപ്പോൾ ഒരു വീഡിയോ ഗെയിം സംരംഭത്തിലെ രണ്ട് കഥാപാത്രങ്ങൾ റിയൽ ലൈഫിലേക്ക് വരുന്നതും ഇത്രയും ഡിസ്ട്രക്റ്റീവ് ആവുന്നതും ഒക്കെ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് തന്നെയാണ് ഈ സിനിമ വലിയൊരു വിജയമാവാതെ പോയതിന്റെ പ്രധാന കാരണമായി എനിക്ക് തോന്നിയിട്ടുള്ളതും. നേരെ മറിച്ച് നമ്മൾ എന്തിരനിലേക്ക് നോക്കുകയാണെങ്കിൽ, സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി പട്ടാളത്തിലേക്ക് ഡൊണേറ്റ് ചെയ്യുക എന്ന പർപ്പസോടുകൂടി കോമ്പാറ്റ് സ്കിൽസും അങ്ങനെ മറ്റു പല സ്കിൽസും ചേർത്ത് റിയൽ വേൾഡിൽ നായകൻ നിർമ്മിക്കുന്ന ഒരു റോബോട്ടാണ് ആ സിനിമയിലെ പ്രധാന കഥാപാത്രം. അപ്പൊ കുറച്ച് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് സിനിമയിലെ വില്ലൻ ഇങ്ങനെ ഒരു റോബോട്ടിന്റെ മനസ്സ് മാറ്റുന്നു എന്ന ആ ഒരു കൺസെപ്റ്റ് കുറച്ചുകൂടി ബിലീവബിൾ ആണ്. അപ്പോൾ വീഡിയോ ഗെയിം എന്ന ആസ്പെക്ട് അങ്ങ് തട്ടിമാറ്റി വേറെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഷാറുഖ് ഒരു റിയൽ റോബോട്ടിനെ സൃഷ്ടിക്കുന്നു എന്നൊരു ആംഗിളിലായിരുന്നു വന്നിരുന്നതെങ്കിൽ റാവൺ ഇതിനേക്കാൾ വലിയൊരു വിജയമാവുമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആൻഡ് ഇന്നും റാവണിലെ വിഷ്വൽ എഫക്ട്സ് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച വർക്കുകളിൽ ഒന്നായി നിലനിൽക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. അപ്പോൾ ഈ ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക.